Hello everyone. We are learning consolidated financial statements. In the last video, we have learned 9 steps for the preparation of consolidated balance sheet. In this video, we are going to learn the treatment of fictitious assets and the unrealized profit. First one, treatment of fictitious assets. What happens if there are some fictitious assets in the asset side of the subsidiary company's balance sheet, like preliminary expenses, discount on issue shares and debentures, underwriting commission, etc., which appears on the asset side of the subsidiary company's balance sheet must be deducted from capital profit. And this you have to do this treatment in step number 3. സ്റ്റെപ്പ് നമ്പർ 3 എന്തായിരുന്നു? സ്റ്റെപ്പ് നമ്പർ 3 അപ്പോർഷൻമെന്റ് മുന്നേ ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരുന്നു. അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റ്സിൽ സബ്സിഡിയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഇഫ് ദർ ആർ സം ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ലൈക്ക് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, underwriting commission, etc., that amount must be deducted from capital profit. Okay, otherwise you have to add that fictitious assets amount to capital loss. Capital loss ആണെങ്കിൽ add ചെയ്യണം, capital profit ആണെങ്കിൽ capital profit ൽ നിന്ന് less ചെയ്യണം. That too you have to do this before distributing this reserves and surplus among the holding company and the minorities. So step number 4 apportionment ആയിരുന്നു അല്ലേ? Step number 4 apportionment ആണ്. അങ്ങനെ apportion ചെയ്യാൻ വേണ്ടി നിങ്ങൾ സബ്സിഡിയറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിനെ ക്യാപിറ്റൽ റിസർവ്സ് എന്നും റവന്യൂ റിസർവ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് എന്നും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ് നമ്പർ 3. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അതിനെ അപ്പോർഷൻ ചെയ്യുന്നതിന് മുന്നേ, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്തെങ്കിലും സബ്സിഡിയറി കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് നിന്ന് ഡിഡക്ട് ചെയ്യണം. ഇനി അത് ക്യാപിറ്റൽ ലോസ് ആണ് എവിടെയെങ്കിൽ ക്യാപിറ്റൽ ലോസിന്റെ കൂടെ അത് ആഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 എത്തുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് സബ്സിഡിയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പോയി അസറ്റ് സൈഡിൽ നോക്കുക എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടോ. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് നമ്പർ 3 തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിന്റെ കൂടെ അത് ആഡ് ചെയ്യുകയും ചെയ്തിട്ട് വേണം സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോകാൻ. അതാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, URP. നാം പറഞ്ഞല്ലോ പല സ്റ്റെപ്സിലും നിങ്ങൾ URPനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 5 ലെസ് URP ഇഫ് അപ്സ്ട്രീം എന്ന് പറഞ്ഞു അല്ലെ? അതേപോലെ തന്നെ സ്റ്റെപ്പ് നമ്പർ 7 പറഞ്ഞു. ദെൻ സ്റ്റെപ്പ് നമ്പർ 8 പറഞ്ഞിട്ടുണ്ട് എന്താണ് URP, എന്ത് ചെയ്യണം URP എന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്? If the goods sold at a profit by the subsidiary company or by the holding company to the other company. Holding companyയോ സബ്സിഡിയറി കമ്പനിയോ കുറച്ച് ഗുഡ്സ് പ്രോഫിറ്റിൽ ആർക്ക് കൊടുത്തു? അതർ കമ്പനിക്ക്. ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ സബ്സിഡിയറി കമ്പനിക്ക് കൊടുത്തു, സബ്സിഡിയറി കമ്പനി ആണെങ്കിൽ അത് ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുത്തു. ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ആണ് അല്ലേ? അങ്ങനെ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസിൽ കുറച്ച് ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആ കൊടുത്ത ഗുഡ്സ് സ്റ്റോക്കില് ഇപ്പോഴും സെയിൽ ആകാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ, if it remains unrealized or if it is in the stock of the company at the end of the year, the profit on that unrealized or the profit on that unsold goods is the unrealized profit. The profit charged by the company on unsold goods, that is known as unrealized profit. അതായത് ഒരു 10,000 റുപ്പീസിന്റെ ഗുഡ്സ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് വിറ്റു. ഓക്കെ, അങ്ങനെ സബ്സിഡിയറി കമ്പനിയുടെ സ്റ്റോക്കിൽ കൊണ്ടുപോയി 10,000 റുപ്പീസിന്റെ സ്റ്റോക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അവർ കുറെ അതിൽ നിന്ന് സെയിൽ ആക്കുന്നുണ്ട്. അങ്ങനെ ഇയർ എൻഡ് ആയപ്പോൾ 5,000 റുപ്പീസിന്റെ ഗുഡ്സ് ഇപ്പോഴും സ്റ്റോക്കിൽ ഇരിക്കുന്നു സബ്സിഡിയറി കമ്പനിയുടെ. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 5,000ൽ എത്രയാണോ പ്രോഫിറ്റ് മാർജിൻ, നമ്മൾ വിൽക്കുമ്പോൾ എപ്പോഴും പ്രോഫിറ്റ് മാർജിൻ കൂടെ ആഡ് ചെയ്തിട്ടല്ലേ വിൽക്കത്തുള്ളൂ, കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ ആ 5,000 റുപ്പീസിൽ എത്ര പ്രൊപ്പോർഷൻ ആണോ പ്രോഫിറ്റ് മാർജിൻ, ആ പ്രോഫിറ്റിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്.
Okay, and in such a case, it is not proper to take income in the profit and loss account or in the profit and loss statement for such unrealized profit. Unrealized profit ഒന്നും നമ്മൾ എവിടെ എടുക്കുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നില്ല. നമുക്കറിയാലോ അക്കൗണ്ടിങ്ങിന്റെ റൂൾ അനുസരിച്ച് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ആ പറയുന്ന അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ്. This unrealized profit or URP is also known as stock reserve. Is also known as stock reserve. So, holding company or subsidiary company കൈമാറുന്നു കുറച്ച് ഗുഡ്സ്, വിൽക്കുന്നു ഗുഡ്സ്. അങ്ങനെ വിറ്റ ഗുഡ്സ് ഇപ്പോഴും സ്റ്റോക്കിലിരിക്കുന്നു. അങ്ങനെ വിൽക്കാതെ സ്റ്റോക്കിലിരിക്കുന്ന സ്റ്റോക്കിന്റെ മുകളിലുള്ള പ്രോഫിറ്റ് മാർജിൻ ആണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓർ സ്റ്റോക്ക് റിസർവ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം ആ സ്റ്റോക്ക് റിസർവിനെ. അപ്പൊ അതിനു മുന്നേ ആർക്ക് കൊടുത്തു അല്ലെങ്കിൽ ആരിൽ നിന്ന് ആര് വാങ്ങി എന്ന് നമുക്ക് നോക്കണം. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൗൺ സ്ട്രീം എന്നും, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതാണെങ്കിൽ അതിനെ അപ്സ്ട്രീം എന്നും പറയും. ദാറ്റ് ഇസ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് സെയിൽസ് നടത്തിയിട്ടുള്ളതെങ്കിൽ അതിനെ ഡൗൺ സ്ട്രീം എന്നും, സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്കാണ് സെയിൽസ് നടത്തിയിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ അപ്സ്ട്രീം എന്നും പറയും. ഓക്കെ, സോ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് വിറ്റിരിക്കുന്നതെങ്കിൽ ആ ഗുഡ്സിന്റെ മുകളിലുള്ള പ്രോഫിറ്റ് മുഴുവനും ആരുടെയാണ്? ഹോൾഡിംഗ് കമ്പനിയുടെയാണ്. ഓക്കെ, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ, അല്ലെ, സബ്സിഡറി കമ്പനിക്ക് ഗുഡ്സ് വിൽക്കുന്നു, മുഴുവൻ പ്രോഫിറ്റ് മാർജിനും ആരുടെ ആയിരുന്നു? ആരുടെ കൈവശം എത്തിയിട്ടുണ്ട്? ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പ്രോഫിറ്റിന് ഹോൾഡിംഗ് കമ്പനി മാത്രമാണ് അവകാശികൾ എന്ന് പറയുന്നത്. ഇനി സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്കാണ് വിൽക്കുന്നതെങ്കിൽ, സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്കാണ് വിൽക്കുന്നതെങ്കിൽ സബ്സിഡറി കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയല്ലോ, സെയിൽ നടത്തിയപ്പോൾ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റിന് എത്ര അവകാശികളുണ്ട്? ഹോൾഡിംഗ് കമ്പനി ഉണ്ടാവാം, ഹോൾഡിംഗ് കമ്പനി ഉണ്ടാവാം എന്നല്ല, ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, മൈനോറിറ്റീസ് ഉണ്ടെങ്കിൽ മൈനോറിറ്റീസ് കൂടി വരും. അതാണ് വ്യത്യാസം. സോ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് വിൽക്കുന്നതെങ്കിൽ മുഴുവൻ പ്രോഫിറ്റും ഹോൾഡിംഗ് കമ്പനിക്കാണ്. കാര്യം ഹോൾഡിംഗ് കമ്പനിക്ക് വേറെ അവകാശികൾ ആരും ഇല്ല, ഹോൾഡിംഗ് കമ്പനിയുടെ എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സബ്സിഡറി കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനിക്ക് വിൽക്കുന്നതെങ്കിൽ സബ്സിഡറി കമ്പനിക്ക് കിട്ടിയ പ്രോഫിറ്റിന് അവകാശികൾ രണ്ടുണ്ടാവും. മൈനോറിറ്റീസ് ഉണ്ടെങ്കിൽ രണ്ടുണ്ടാവും. ഒന്ന് ഹോൾഡിംഗ് കമ്പനിയും പിന്നെ ആരുണ്ട്? മൈനോറിറ്റീസ് ഉണ്ടാവും. 100% സബ്സിഡറി കമ്പനിയുടെ ഷെയർസ് ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ തന്നെ ആയിരിക്കും ആ പ്രോഫിറ്റ്. പക്ഷേ സബ്സിഡറിയിൽ മൈനോറിറ്റീസ് കൂടി ഉണ്ടെങ്കിൽ ആ കിട്ടിയ പ്രോഫിറ്റിന് ഹോൾഡിങ്ങിനും അവകാശമുണ്ട്, അതേപോലെ തന്നെ മൈനോറിറ്റീസിനും അവകാശമുണ്ട്. അപ്പൊ ഡൗൺ സ്ട്രീം ആൻഡ് അപ്സ്ട്രീം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഡൗൺ സ്ട്രീം എന്നും, സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അപ്സ്ട്രീം എന്നും പറയും. നിങ്ങൾ എഴുതി നോക്കുമ്പോൾ മുകളിൽ എച്ചും താഴെ എസും ഇട്ടിട്ട് നിങ്ങൾ ആരോ മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. താഴേക്കാണ് ആരോ എങ്കിൽ അതിനെ ഡൗൺ സ്ട്രീം എന്നും, മുകളിലേക്കാണ് ആരോ എങ്കിൽ നമ്മൾ അപ്സ്ട്രീം എന്നും പറയും. മുകളിൽ എച്ചും താഴെ എസും തന്നെ ഇട്ട് നോക്കണം, അപ്പോഴാണ് ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡൗൺ സ്ട്രീം ആണെങ്കിൽ മുഴുവൻ പ്രോഫിറ്റിന്റെ അവകാശി ആരാണ്? ഹോൾഡിംഗ് കമ്പനി തന്നെയാണ്. അപ്സ്ട്രീം ആണെങ്കിൽ സബ്സിഡറി കമ്പനിക്കാണ് അവകാശം, പക്ഷെ സബ്സിഡറി കമ്പനിയുടെ ആ പ്രോഫിറ്റിൽ രണ്ട് അവകാശികൾ ഉണ്ടാവും. ഹോൾഡിംഗ് കമ്പനി ഉണ്ടാവും, മൈനോറിറ്റീസ് ഉണ്ടാവും. ഹോൾഡിംഗ് കമ്പനിക്ക് 100% ഷെയർസും സബ്സിഡറിയുടെ ഉണ്ടെങ്കിൽ അവിടെ മൈനോറിറ്റീസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ മുഴുവനും അത് ഹോൾഡിംഗിന്റെയും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓർ സ്റ്റോക്ക് റിസർവ് ഡൗൺ സ്ട്രീം ആണെങ്കിൽ, ഡൗൺ സ്ട്രീം നമ്മൾ പറഞ്ഞു ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് വിറ്റിരിക്കുകയാണ്. ആ പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റിന് പൂർണ്ണ അവകാശം ഹോൾഡിങ്ങിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എത്രയാണ് സ്റ്റോക്ക് റിസർവ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് സ്റ്റെപ്പ് നമ്പർ 7 രണ്ട് കമ്പനീസിന്റെ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്ന് ഈ URP അല്ലെങ്കിൽ സ്റ്റോക്ക് റിസർവ് ഡിഡക്ട് ചെയ്യണം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 7 നിങ്ങൾ ചെയ്യുക. സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ടോട്ടൽ സ്റ്റോക്ക് കണ്ടുപിടിക്കാം. അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ അസറ്റ് സൈഡിൽ സ്റ്റോക്ക് ഉണ്ടാവും, ദാറ്റ് എമൗണ്ട്
പ്ലസ് സബ്സിഡറി കമ്പനിയുടെ അസറ്റ് സൈഡിലും സ്റ്റോക്ക് ഉണ്ടാവും. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ടോട്ടൽ URP ഓർ സ്റ്റോക്ക് റിസർവ് ഡിഡക്ട് ചെയ്യണം. ഒരു കാര്യം ചെയ്തു. ഇനി സ്റ്റെപ്പ് നമ്പർ 8. എന്താ സ്റ്റെപ്പ് നമ്പർ 8? നമ്മൾ സ്കെഡ്യൂൾ വരയ്ക്കുകയാണ് അല്ലേ? ആ സ്കെഡ്യൂൾ വരയ്ക്കുമ്പോൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ആ URPനെ ഡിഡക്ട് ചെയ്യണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിയേ. സ്റ്റെപ്പ് നമ്പർ 7 സ്റ്റോക്കിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത് അസറ്റ് സൈഡിൽ ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ അസറ്റ് സൈഡിൽ നിന്ന് ആ എമൗണ്ട് പോയി. ഇനി സ്റ്റെപ്പ് നമ്പർ 8 നോക്കിയേ, റവന്യൂ പ്രോഫിറ്റ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് അല്ലെ? സോ ലയബിലിറ്റി സൈഡിൽ നിന്നും പോയി. സോ അസറ്റ് സൈഡിൽ നിന്നും പോയി, ലയബിലിറ്റി സൈഡിൽ നിന്നും എലിമിനേറ്റ് ആയി. 2 സൈഡിൽ നിന്നും ഒരേപോലെ ഡിഡക്ട് ആയി നടക്കും. ഇനി അപ്സ്ട്രീം ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്സ്ട്രീം ആണ്. സബ്സിഡറി കമ്പനിയുടെ ആ പ്രോഫിറ്റിന് 2 അവകാശികൾ ഉണ്ടാവാം. ഒന്ന് ഹോൾഡിംഗ് കമ്പനിയും മൈനോറിറ്റീസും. 2 മൈനോറിറ്റീസ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് റിസർവിൽ അവകാശം ഹോൾഡിങ്ങിനും ഉണ്ട്, പിന്നെ ആർക്കുണ്ട്? മൈനോറിറ്റീസിനുണ്ട്. ഓക്കെ, അപ്പൊ അപ്സ്ട്രീം ആണ് ചെയ്യുന്നതെങ്കിൽ, അപ്സ്ട്രീം ആണ് എങ്കിൽ സ്റ്റെപ്പ് നമ്പർ 5ൽ നമ്മൾ മൈനോറിറ്റീസ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ സ്റ്റോക്ക് റിസർവിൽ മൈനോറിറ്റീസിന് എത്ര പ്രപ്പോർഷൻ ഉണ്ട് ആ പ്രപ്പോർഷൻ അവിടെ നിന്ന് ഡിഡക്ട് ചെയ്യണം. സോ സ്റ്റോക്ക് റിസർവിൽ 1/5 പോർഷൻ എന്ന് പറയുന്നത് മൈനോറിറ്റീസ് ആണെങ്കിൽ ആ സ്റ്റോക്ക് റിസർവിന്റെ 1/5 പോർഷൻ എന്ത് ചെയ്യണം? മൈനോറിറ്റീസ്. സ്റ്റെപ്പ് നമ്പർ 5ൽ നമ്മൾ അത് ഡിഡക്ട് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കമ്പനിയുടെയും ടോട്ടൽ സ്റ്റോക്ക് എടുക്കുക, ആഡ് ചെയ്യുക, അതിൽ നിന്ന് ടോട്ടൽ URP ലെസ് ചെയ്യണം, ടോട്ടൽ സ്റ്റോക്ക് റിസർവ് ലെസ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 8ൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് നമ്പർ 8ൽ ഹോൾഡിങ്ങിന് അവകാശപ്പെട്ട URP മാത്രം ഡിഡക്ട് ചെയ്യണം റവന്യൂ പ്രോഫിറ്റിൽ നിന്ന്. ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ട എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഞാൻ 1/5 ആണ് മൈനോറിറ്റീസ് എങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് 4/5 പോർഷൻ അല്ലേ? അപ്പോ സ്റ്റോക്ക് റിസർവിന്റെ 4/5 പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം സ്റ്റെപ്പ് നമ്പർ 8ൽ. അപ്പോൾ നിങ്ങളൊരു ബാലൻസ് ഷീറ്റ് ആലോചിച്ച് നോക്കി. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിങ്ങൾ ടോട്ടൽ URP സ്റ്റോക്കിൽ നിന്ന് ലെസ് ചെയ്തു. ലയബിലിറ്റി സൈഡിൽ നോക്കി, അവിടെയാണ് നമ്മൾ മൈനോറിറ്റീസ് എഴുതാറ്. ഷെയർ ക്യാപിറ്റലിന്റെ കൂടെയാണ് മൈനോറിറ്റീസ് എഴുതാറ്. മൈനോറിറ്റീസിന്റെ പോർഷൻ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് ഹോൾഡിങ്ങിന്റെ പോർഷനും കുറഞ്ഞു. അതായത് ടോട്ടൽ URP എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിൽ 2 സ്ഥലങ്ങളിലൂടെ ആ ടോട്ടൽ URP അവിടെ നിന്ന് ഡിഡക്ട് ആയി. സ്റ്റെപ്പ് നമ്പർ 7 ചെയ്തപ്പോൾ അത് അസറ്റ് സൈഡിൽ നിന്നും അത് ഡിഡക്ട് ആയി. സോ 2 സൈഡും ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്റ്റോക്ക് റിസർവ് ഉണ്ടെങ്കിൽ അത് ഡൗൺ സ്ട്രീം ആണോ അപ് സ്ട്രീം ആണോ? ഡൗൺ സ്ട്രീം ആണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 7ൽ ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് ടോട്ടൽ URP ലെസ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 8ൽ ഷെഡ്യൂൾ വരയ്ക്കുമ്പോൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് അത് ഡിഡക്ട് ചെയ്യണം. അപ്സ്ട്രീം ആണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 5ൽ നിന്ന് URPയുടെ മൈനോറിറ്റീസിന്റെ പ്രപ്പോർഷൻ ലെസ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 7 ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് ടോട്ടൽ URP ലെസ് ചെയ്യണം. കൂടാതെ സ്റ്റെപ്പ് നമ്പർ 8ൽ ഹോൾഡിങ്ങിന്റെ പ്രപ്പോർഷൻ ഓഫ് URP റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. എക്സാമ്പിൾ, H Limited sold goods to S Limited. ഇവിടെ ഞാൻ H എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയെന്നും S എന്ന് പറയുന്നത് സബ്സിഡറി കമ്പനിയുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. H ഹോൾഡിംഗും S സബ്സിഡറി. സോ H Limited sold goods to S Limited. കാണുമ്പോൾ തന്നെ നിങ്ങൾ വരച്ചു നോക്കുക. മുകളിൽ Hഉം താഴെ Sഉം. ആർക്ക് കൊടുത്തു? ഹോൾഡിംഗ് കമ്പനി സബ്സിഡറിക്ക് കൊടുത്തു. ആരോ മാർക്ക് താഴോട്ടാണ്. സോ ഡൗൺ സ്ട്രീം ആണ്. Goods worth rupees 50,000 on which S Limited has charged 25% on cost. 25% on cost ആണ് ശരിക്കും ചാർജ് ചെയ്തിരിക്കുന്നത്. 25% on cost ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഓൺ കോസ്റ്റ് ആണ്. കോസ്റ്റ്. ആൻഡ് goods worth rupees 20,000 remained unsold at the end of the year. 50,000 രൂപയുടെ ഗുഡ്സ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് വിറ്റിട്ടുണ്ട്. ആ 50,000 രൂപയിൽ 25% ഓൺ കോസ്റ്റ് ആണ് പ്രോഫിറ്റ് മാർജിൻ. ആ 50,000 രൂപ സബ്സിഡറിയുടെ സ്റ്റോക്കിൽ കൊണ്ടുവച്ചു. അത് ഒരു വർഷം കൊണ്ട് അവർ കുറെയൊക്കെ വിറ്റു. പക്ഷെ 20,000 രൂപയുടെ സ്റ്റോക്ക് ഇപ്പോഴും അത് അൺസോൾഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതായത് അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെന്ന് അർത്ഥം. ആ 20,000 മുകളിലുള്ള
പ്രോഫിറ്റ് മാർജിൻ അൺറിയലൈസ്ഡ് ആണ്. അത് നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ എഴുതുന്നത് ശരിയല്ല. സോ അതിനെ മാറ്റണം. അത് നമ്മൾ ഓൾറെഡി ഹോൾഡിംഗ് കമ്പനി വിറ്റപ്പോൾ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറിക്കല്ലേ കൊടുത്തത്. സോ അതിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. ഹോൾഡിംഗ് കമ്പനിയുടെ കമ്പനി തന്നെയാണ് സബ്സിഡറി. അപ്പൊ അവിടെ കൊണ്ട് വെച്ചാലും അവിടെ നിന്ന് അത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ മാറ്റണം. അതുകൊണ്ടാണ്. സോ 20,000 റുപ്പീസിന്റെ മുകളിലുള്ള പ്രോഫിറ്റ് മാർജിൻ നമുക്ക് കണ്ടുപിടിക്കണം. 25% ഓൺ കോസ്റ്റ് ആണ്. സോ 20,000 into 25/125. 25/125 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? URP അല്ലെങ്കിൽ സ്റ്റോക്ക് റിസർവ് 4,000. ഇത് ഡൗൺ സ്ട്രീം ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. സ്റ്റെപ്പ് നമ്പർ 7 ടോട്ടൽ സ്റ്റോക്ക് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ടോട്ടൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഈ 4,000 ലെസ് ചെയ്യണം. ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നുള്ളൂ. സ്റ്റെപ്പ് നമ്പർ 8 റവന്യൂ പ്രോഫിറ്റ്. സ്റ്റെപ്പ് നമ്പർ 8 എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ വരയ്ക്കുകയാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ്. ആ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാവും. ആ റവന്യൂ പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ URP ആയിട്ടുള്ള 4,000 നമ്മൾ അവിടെ നിന്ന് ലെസ് ചെയ്യണം. സോ ഡൗൺ സ്ട്രീം ആയതുകൊണ്ട് രണ്ട് കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഈ ഫുൾ പ്രോഫിറ്റും ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ വേറെ അവകാശികളൊന്നുമില്ല, മൈനോറിറ്റീസ് ഒന്നുമില്ല. എക്സാമ്പിൾ നമ്പർ 2. H Limited purchased from S Limited. മുകളിൽ Hഉം താഴെ Sഉം നിങ്ങൾ എഴുതുക. എന്നിട്ട് ആരോ മാർക്ക് ചെയ്ത് നോക്കുക. സോ സബ്സിഡറി കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് അപ്സ്ട്രീം ആണ്. ഗുഡ്സ് വർത്ത് ₹50,000 on which S Limited has charged 25% on sales. 25% on sales ആണ് ഇവിടെ. ഓൺ കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ സെയിൽസ് ആണ്. ആൻഡ് ഗുഡ്സ് വർത്ത് ₹20,000 remained unsold at the end of the year. അങ്ങനെ ഹോൾഡിംഗ് കമ്പനിക്ക് വിറ്റിട്ടുണ്ട്. ഹോൾഡിംഗ് കമ്പനിക്ക് വിറ്റപ്പോൾ 25% പ്രോഫിറ്റ് മാർജിൻ. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സബ്സിഡറി കമ്പനി അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അത് അവിടെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് പോയിട്ടുള്ള ഈ ഗുഡ്സ് എവിടേക്കാണ് പോയിട്ടുള്ളത്? ഹോൾഡിംഗ് കമ്പനിയാണ്. വേറെ വല്ല കമ്പനിയാണെങ്കിൽ സമ്മതിച്ചു. പക്ഷേ സബ്സിഡറി കമ്പനിയെ കൺട്രോൾ ചെയ്യുന്ന ഹോൾഡിംഗ് കമ്പനിയുടെ അവിടെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ അതിൽ 20,000 രൂപ ഗുഡ്സിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ സ്റ്റോക്കിൽ ഇപ്പോഴും എൻഡ് ഓഫ് ദി ഇയർ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. അത് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എലിമിനേറ്റ് ചെയ്തേ പറ്റൂ. സോ സ്റ്റോക്ക് റിസർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 20,000 റുപ്പീസ് ആണ് അൺസോൾഡ് ആയിട്ടിരിക്കുന്നത്, വിറ്റ് പോകാതെ സ്റ്റോക്കിൽ ഇരിക്കുന്നത് അറ്റ് എൻഡ് ഓഫ് ദി ഇയർ. ആ 20,000 മുകളിലുള്ള പ്രോഫിറ്റ് മാർജിൻ ഓൺ സെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 20,000 into 25/100. സോ 5,000 ആണ് ഇവിടുത്തെ സ്റ്റോക്ക് റിസർവ്. അപ്സ്ട്രീം ആണ്, അല്ലേ? ഈ പറയുന്ന 5,000 എന്ന് പറയുന്നതിൽ ആർക്കൊക്കെ അവകാശമുണ്ട്? മൈനോറിറ്റീസിനുണ്ട്, ഹോൾഡിങ്ങിനുണ്ട്. കാരണം സബ്സിഡറി കമ്പനിക്ക് 2 അവകാശികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ പറയുന്നത് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അതായത് എസ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ എസിന്റെ ബ്രാക്കറ്റിൽ എക്സാമ്പിൾ 4:1 എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, 4 പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ഷെയർ ക്യാപിറ്റലിലെ 4 ഭാഗം ഹോൾഡിങ്ങിനും 1 ഭാഗം മൈനോറിറ്റീസിനുമാണ് എങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? സ്റ്റെപ്പ് നമ്പർ 5 മൈനോറിറ്റീസിന്റെ ഷെയർ മൈനോറിറ്റീസിന് കുറയ്ക്കണം. So 5,000 into 1/5. എങ്ങനെ 1/5 കിട്ടി? 4:1. 1 proportion ആണ് മൈനോറിറ്റീസിന്റെ. So 1/5. That is 1 divided by 4 plus 1. 1/5 proportion. ആ 5,000 1/5 ഭാഗം ആരുടെയാണ്? മൈനോറിറ്റീസിന്റെയാണ്. 1,000 rupees എന്ത് ചെയ്യണം? സ്റ്റെപ്പ് നമ്പർ 5 ഡിഡക്ട് ചെയ്യണം. ഇനി സ്റ്റെപ്പ് നമ്പർ 7 ടോട്ടൽ URPയും ടോട്ടൽ സ്റ്റോക്കിൽ തന്നെ ലെസ് ചെയ്യണം. ടോട്ടൽ സ്റ്റോക്ക് കണ്ടുപിടിക്കുക. ഹോൾഡിങ്ങിന്റെയും സബ്സിഡറി കമ്പനിയുടെയും നമ്മൾ ടോട്ടൽ സ്റ്റോക്ക് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് 5,000 നമ്മൾ ഡിഡക്ട് ചെയ്യണം, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. സ്റ്റെപ്പ് നമ്പർ 8 ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ സ്കെഡ്യൂൾ ആണ്, അല്ലെ? ആ സ്കെഡ്യൂളില് റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൊപ്പോർഷൻ മാത്രം ഡിഡക്ട് ചെയ്യണം. എങ്ങനെ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൊപ്പോർഷൻ കാണും? 4:1 ആണ്, അല്ലെ? 4 എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയുടെയാണ്. സോ 4/5 ആണ്. ദാറ്റ് ഇസ് 4 divided by 4 plus 1. That is 4 divided by 5. 5,000ന്റെ 4/5 പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 4,000 rupees ആണ്. ഈ 4,000 നമ്മൾ എന്ത് ചെയ്യണം? റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റവന്യൂ പ്രോഫിറ്റ് നിന്ന് ഡിഡക്ട് ചെയ്യണം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് അതിന്റെ അസറ്റ് സൈഡിൽ നിന്ന് ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് 5,000 പോയി.
അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ നിന്നും 5000 പോകണം. എവിടെ നിന്നൊക്കെ പോയി? ഷെയർ ക്യാപിറ്റൽ എഴുതുന്ന മൈനോറിറ്റീസിൽ നിന്ന് 1000 പോയി അല്ലെ? റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് ഒരു 4000 പോയി. അപ്പൊ ലയബിലിറ്റി സൈഡിൽ നിന്നും 5000 പോയി, അസറ്റ് സൈഡിൽ നിന്നും 5000 പോയി. ഓക്കെ, സോ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യും. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ് അല്ലെ? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. ഇതെല്ലാം സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3യിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിനെ നമ്മൾ ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും ഒക്കെ തരംതിരിക്കുകയാണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടതാണ്. അവിടെ ചെയ്യുന്ന സമയത്ത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് സബ്സിഡറി കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് നിന്ന് ഡിഡക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യിക്കാൻ പറ്റും. എന്നിട്ട് വേണം നമ്മൾ സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോയി അപ്പോർഷൻ ചെയ്യാനായിട്ട്. ദെൻ രണ്ടാമത്തെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. ഇവിടെ അപ്സ്ട്രീം ഉണ്ടാവാം, ഡൗൺ സ്ട്രീം ഉണ്ടാവാം. ഡൗൺ സ്ട്രീം ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 7ൽ നിന്ന് ടോട്ടൽ URP ഡിഡക്ട് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 8ൽ നിന്ന് റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. അപ്സ്ട്രീം ആണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 5ൽ മൈനോറിറ്റീസിന്റെ ഷെയർ ഡിഡക്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് നമ്പർ 8ൽ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൊപ്പോർഷൻ ഡിഡക്ട് ചെയ്യുന്നു. ഇത് സ്റ്റെപ്പ് നമ്പർ 7ല് രണ്ട് കമ്പനീസിന്റെ ടോട്ടൽ സ്റ്റോക്കിൽ നിന്നും നമ്മൾ URP ഡിഡക്ട് ചെയ്യുന്നു. രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇത് നന്നായി മനസ്സിലാക്കണം. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നന്നായി സ്റ്റെപ്സ് എല്ലാം നന്നായി 9 സ്റ്റെപ്സ് നന്നായി പഠിക്കുക. നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ്സും നിങ്ങൾ നോക്കി വെക്കുക. ഒട്ടും പേടിക്കേണ്ട ആവശ്യം, കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. 1 or 2 പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് തറവാകും. പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.